ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ദൈവമാതാവിന് വന്ദനം. എത്രയും പരിശുദ്ധയും സൗഭാഗ്യവതിയുമായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടും കൃപാനൗക യൂട്യൂബ് ചാനലിൽ ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും യേശുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഇന്ന് നിങ്ങളുമായി അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന ദൈവവചനം കൊലോസ്യർ 3:23. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ നല്ല മനസ്സോടെ ചെയ്യുവിൻ. ശരിയാണ്, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് എന്നതുപോലെ നല്ല മനസ്സോടെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അത് സന്തോഷത്തോടെയാകണം. കർഷകനായാലും ശാസ്ത്രജ്ഞനായാലും ദൈവം ഏത് സേവനത്തിന് ഒരു മനുഷ്യന് ഉപയോഗിച്ചാൽ അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് ശ്രേഷ്ഠമായിരിക്കണം. അമേരിക്ക എന്ന ഒരു പുതിയ ലോകം കണ്ടുപിടിച്ച കൊളംബസ് എന്ന നാവികൻ ഒരു കപ്പൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഒരു അതിസാഹസികമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. വഴി അറിയാൻ പാടില്ലാത്തതും ഒരു നിശ്ചയവുമില്ലാത്ത ഒരു കടലിലൂടെ അയാൾ യാത്ര ചെയ്യുകയാണ്. യാത്ര ആപത്ത് ഉണ്ടാക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നി. അതായത് കപ്പൽ എപ്പോൾ വേണമെങ്കിലും മൂടൽ മഞ്ഞിൽ അകപ്പെട്ട് കപ്പൽ നട്ടം തിരികയോ മഞ്ഞുകട്ടയിൽ തകരുകയോ അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളത് അയാൾക്ക് അറിയാമായിരുന്നു. എങ്കിലും കപ്പൽ എത്ര ദൂരം യാത്ര ചെയ്യണമെന്ന് അയാൾക്ക് ഒരു നിശ്ചയവുമുണ്ടായിരുന്നില്ല. കപ്പലിൽ കരുതിയിരുന്ന ഭക്ഷണം തികയുമോ എന്നും അറിയില്ല. ഈ ഒരു കന്നി യാത്ര സുവിജയകരമായി തീർക്കണമെന്നുള്ള ഒരു തീരുമാനം, ഒരുറപ്പ് അയാളുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടായിരുന്നു. അത് അയാളുടെ ഉറച്ച വിശ്വാസമായിരുന്നു. ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ട് അയാൾ ദൈവത്തിൽ ആഴപ്പെട്ട് വിശ്വസിച്ചിരുന്നു. അങ്ങനെ കൊളംബസ് ഒരു കന്യാസ്ത്രീകൾ താമസിച്ചിരുന്ന ഒരു മഠത്തിലേക്ക് കയറി ചെന്നു. അവിടെ അയാൾ തൻ്റെ യാത്രയിൽ അപകടമൊന്നും ഉണ്ടാകരുത്, യാത്ര സുഖമായി ഇരിക്കണമെന്നും എന്തു പോരായ്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന അയാൾ ആ കന്യാസ്ത്രീയോട് അപേക്ഷിച്ചു, എൻ്റെ യാത്ര സുഖകരമായിരിക്കണം, നിങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങയുടെ ആ സിസ്റ്റർ അയാളോട് കൊടുത്ത മറുപടി ഇതാണ്: അങ്ങയുടെ ഈ സാഹസിക യാത്ര ദൈവത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ അങ്ങയുടെ പങ്ക് ചെയ്യുക, അപ്പോൾ ദൈവം തൻ്റെ പങ്ക് ചെയ്തുകൊള്ളും. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ യാത്രയാക്കി. കന്യാസ്ത്രീയുടെ ഈ മറുപടിയിൽ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നാം ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കണം. രണ്ടാമത്, നാം നമ്മുടെ പങ്ക് ചെയ്യുമ്പോൾ ദൈവം തൻ്റെ പങ്ക് ചെയ്തുകൊള്ളും. അത് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. നാം ദൈവത്തിന് വേണ്ടി ഒരു കാലെടുത്തു വെച്ചാൽ, അതായത് ഒരു പ്രവൃത്തി ചെയ്യുവാൻ നാം ആരംഭിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി 4 കാലെടുത്തു വയ്ക്കും. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരും. അതായത് യാക്കോബ് ശ്ലീഹ 2:26 നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ,
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം അത് കാണിച്ച് ലോകത്തിന് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിട്ട് തോന്നുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:10 നാം വായിക്കുന്നുണ്ടോ, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും, അല്പത്തിൽ അനീതിയുള്ളവൻ അധികത്തിലും അനീതിയുള്ളവനായിരിക്കും. അപ്പോൾ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. 1 തെസ്സലോനിക്ക 5:24 നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ നിങ്ങളും വിശ്വസ്തരായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. സങ്കീർത്തനക്കാരൻ ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനം 92 നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. അതായത് സങ്കീർത്തനം 92:2 പ്രഭാതകാലത്ത് നിന്റെ കൃപയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും അറിയിക്കുന്നത് എത്ര നല്ലതാകുന്നു അല്ലെ. കർത്താവിൻ്റെ വിശ്വസ്തത ഓരോ പ്രഭാതത്തിലും നാം അത് അനുഭവിച്ചറിയണം. ഇന്ന് നാം ഈ 1 തൊട്ട് സെപ്റ്റംബർ 1 തൊട്ട് നാം 8 വരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാള് ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നവരാണല്ലോ അല്ലെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. അതുകൊണ്ട് നമുക്ക് അമ്മയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കാം. സഭ മുഴുവൻ യെരുശലേം ദേവാലയത്തിലെ ഒത്തിരി യഹൂദ സ്ത്രീകള്, അനേകം പെൺകുട്ടികൾ താമസിച്ചിരുന്നു ദൈവപുത്രനെ സ്വീകരിക്കുവാൻ. പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത നിത്യകന്യകയാണ് പരിശുദ്ധ അമ്മ. അമ്മയ്ക്കൊന്നും തന്നെ പുകഴുവാനില്ല, ഒന്നും തന്നെ പറയുവാനില്ല. വളരെ വിനയത്തോടും ശാന്തതയോടും ദൈവസന്നിധിയിൽ ആയിരുന്ന ഒരു കന്യകയായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത്. അമ്മയുടെ ശാന്തതയും വിനയവും താഴ്മയും എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയണം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായപ്പോൾ ആദ്യം ഓടിയത് എലിസബത്തിന്റെ വീട്ടിലേക്കാണെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു പുരോഹിതന്റെ വീട്ടിലേക്കാണ് അമ്മ ആദ്യം ഓടിയത്. പൗരോഹിത്യത്തിന് സഭയിൽ 1ാം സ്ഥാനമുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മ എലിസബത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ പരിശുദ്ധാത്മാ അഭിഷേകം പരിശുദ്ധ എലിസബത്തിലേക്ക് പകർന്നപ്പോഴാണ് എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രജ തുള്ളിച്ചാടിയത്. അവിടെ ഒരു പരിശുദ്ധാത്മ അഭിഷേകം തന്നെ നടന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകം തന്നെ നടന്നതായിട്ട് നമ്മയ്ക്ക് കാണാം. അമ്മയോട് നാമും എല്ലാ മക്കളും പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അമ്മയുടെ ഓരോ വാക്കുകളും നമുക്കും ജീവിതത്തിൽ സ്വന്തമാക്കാൻ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. അമ്മ വന്നപ്പോൾ ആ വീട്ടിൽ സ്കറിയാക്ക് മിണ്ടാൻ പറ്റിയില്ല. കണ്ണുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടിലാണ് സ്കറിയ ജീവിച്ചിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു കൃപയും കരുണയും നമുക്ക് ലഭിക്കാൻ നമുക്ക് നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. ഈ അമ്മയുടെ ജനന പെരുന്നാളിന് ഒരുങ്ങുന്ന നമുക്ക് അമ്മയുടെ വിശുദ്ധിയും അമ്മയിൽ നിന്ന് കൃപയും എല്ലാം സ്വന്തമാക്കാൻ
നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നല്ല മനസ്സോടെ നല്ലത് ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാം. അതിനെല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനായി ഒരുക്കട്ടെ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.